ഹലോ. അപ്പോൾ ഇതിന് സ്പെഷ്യലായാലോ? അപ്പോൾ ഇതെന്താണെന്നല്ലേ, ചോളാണ്. അപ്പോൾ ആദ്യം ഇത് കുക്കറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഉപ്പും മഞ്ഞളും വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുത്തതിന് ശേഷം സെറ്റായി കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, നമ്മൾ അതിൻ്റെ അല്ലി വേവിച്ചെടുക്കണം. സ്പൂൺ ഉപയോഗിച്ച് കിള്ളി കിള്ളി എടുക്കുക കേട്ടോ. സ്പൂൺ ഉപയോഗിച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് കിട്ടുന്നുണ്ട് അല്ലി. അപ്പോൾ അതിന് ശേഷം എന്ത് ചെയ്യുക, മിക്സീൻ്റെ ജാർ എടുക്കുക. അതിലേക്ക് ഈ അല്ലി പെറുക്കിയിടുക. 2 അല്ലി ഇഞ്ചി, 2 അല്ലി വെളുത്തുള്ളി, 2 അല്ലി ചുവന്നുള്ളി, ലേശം മഞ്ഞൾപ്പൊടി, ലേശം ഉപ്പ്, പിന്നെ മല്ലിച്ചപ്പ് കിട്ടുന്നയാൾക്ക് ഇടാം കേട്ടോ. എനിക്ക് ഇഷ്ടമല്ല ഫ്ലേവർ, അതുകൊണ്ട് ഞാൻ ഇട്ടില്ല കേട്ടോ. അപ്പോൾ അത് പൊടിച്ചെടുത്തതിന് ശേഷം എന്ത് ചെയ്യാം, പൊടിക്കല്ല അരച്ചെടുത്തതിന് ശേഷം എന്ത് ചെയ്യുക, നമ്മൾ ദോശേൻ്റെ കൂട്ടുണ്ടാവില്ലേ, ആ കൂട്ടിലേക്ക് ഈ കൂട്ടും കൂടി വെച്ചെടുത്ത് നന്നായിട്ട് നടക്കുക. അതിൻ്റെ ഉപ്പുണ്ടോ എരിവുണ്ടോ പുളിയുണ്ടോ എന്നൊക്കെ നോക്കിയതിന് ശേഷം ദോശേൻ്റെ പാൻ വെക്കുക. അപ്പോൾ പാൻ വെച്ചിട്ട് ലേശം ഒരു പേരിന് കൂട്ടി കൊടുക്കുന്നില്ല, ലേശം മതി, ലേശം വെളിച്ചെണ്ണ ആക്കിയിട്ട് എന്താ ചെയ്യുക, കുട്ടി കുട്ടി ദോശയാക്കി ചുട്ടെടുക്കുക. വലിയ ദോശ ചുട്ട് ഞങ്ങൾക്ക് അങ്ങനെ ചൂടാം കേട്ടോ. എനിക്ക് കുട്ടി കുട്ടി ദോശയാണ് കുട്ടി കൊടുക്കുന്നത് ഇഷ്ടം. അവിടെ കുട്ടി കുട്ടി ദോശയാക്കി ചുട്ടു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ബട്ടർ തേച്ച് കൊടുക്കുന്നുണ്ട്, തേച്ചെടുക്കുക. അപ്പോൾ എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു കളർ ഇങ്ങനെയാണ് വരിക. അപ്പോൾ എന്തായാലും മോന് കൊടുക്കുന്ന വീഡിയോ കൂടി ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട്. അവൻ എന്തായാലും നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. 8 മാസത്തിന് മുകളിലുള്ള കുട്ടിയൊക്കെ ഇത് കൊടുക്കാം കേട്ടോ. ദഹനശക്തി കൂട്ടുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ